വൃന്ദാവനത്തിലും ചെല്ലാത്ത സ്ഥിതിക്ക് ഇത് നിസ്സാരമായി കാണാൻ പറ്റുന്നതല്ല സച്ചി. അതെ അച്ഛാ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ മുതലേ അവൾ ആകെ ഡിപ്രഷനിലായിരുന്നു. അന്നത്തെ സംഭവം അവളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്ന തരത്തിലാ ഏട്ടത്തി അന്നോട്ട് സംസാരിക്കുന്നേ. എല്ലാം കൂടി ആലോചിച്ച് ഏട്ടത്തി എങ്ങോട്ടോ ഇറങ്ങി പോയത് തന്നെയാ. ദേനക്കെ, നീ ഇങ്ങനെ ഓരോന്ന് ഊഹിച്ചു പറയണ്ട. അർച്ചന എവിടേക്കെങ്കിലും പോയതാണെങ്കിൽ അവൾ അതുപോലെ തന്നെ തിരിച്ചു വന്നോളൂ. അത് ചേച്ചിക്ക് എന്താ ഇത്ര ഉറപ്പ്? സച്ചി ഏട്ടനോട് പറയാതെ അർച്ചന ഏട്ടത്തി എങ്ങും പോവില്ല. സച്ചി, അർച്ചന എങ്ങോട്ട് പോയതാണെങ്കിലും തിരിച്ചു വന്നോളൂന്ന് ഓർത്ത് സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. അർച്ചനയ്ക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവുന്നതിന് മുമ്പ് അവളെ കണ്ടെത്തണം. നന്ദനോടും സന്ദീപിനോടും വിവരം പറഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് അന്വേഷിക്കും. ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ മതി. ശരി അച്ഛാ. മോളെ, മോളെന്തിനാ ഒറ്റയ്ക്ക് വന്നത്? വീട്ടിൽ വേറെ ആരും ഇല്ലേ? എല്ലാവരും ഉണ്ട്. ഒറ്റയ്ക്ക് വരാന്ന് കരുതി. മോളുടെ വിവാഹം കഴിഞ്ഞതാണല്ലേ? ഭർത്താവ് എന്താ കൂടെ വരാത്തെ? ആള് നാട്ടിലില്ലേ? ഇവിടെ തന്നെ ഉണ്ട്. ആ, മക്കൾ എത്ര പേരാ? എന്താ മോളെ വിഷമം പോലെ? പെട്ടെന്ന് മുഖം പാടിയല്ലോ. എനിക്ക് കുഞ്ഞുങ്ങളില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും കൂടി ഞാൻ ശിവപുരത്തേക്ക് പോകുന്നത്. ഒരാൾ പറഞ്ഞറിഞ്ഞതാ, അവിടെ അമ്പലത്തിൽ എന്തോ നേർച്ച നേർന്ന് ചെയ്തു കഴിഞ്ഞാൽ സന്താനഭാഗ്യം ഉണ്ടാവുന്നു. അതുള്ളതാ മോളെ. എന്റെ അനിയത്തിയുടെ മോൾക്ക് ഇതുപോലെ തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ശിവപുരത്തപ്പന്റെ മുന്നിൽ തൊട്ടില് കെട്ടിയ ആ വർഷം അവള് ഗർഭിണിയായി. തൊട്ടില് കെട്ടിയപ്പോഴോ? മോൾക്കതൊന്നും അറിയില്ല അല്ലേ? അമ്മ പറഞ്ഞുതരാം. ഈ ശിവപുരം ക്ഷേത്രം എന്ന് പറഞ്ഞ വളരെ ഐതിഹ്യം നിറഞ്ഞ ക്ഷേത്ര. പലരും പല സങ്കടങ്ങളും പറയാൻ ശിവപുരത്തപ്പന്റെ നടയിൽ വരും. കൂടുതലും നേർച്ചയ്ക്കായി വരുന്നത് മോളെ പോലെ മക്കളില്ലാത്തവരാ. ശിവപുരത്തപ്പന്റെ മുന്നിൽ തൊട്ടില് കെട്ടുന്നത് ആദ്യത്തെ നേർച്ച. രണ്ടാമത്തേത് ഭഗവാന്റെ നടയിൽ ഉരുൾനേർച്ചയാണ്. നടയ്ക്ക് മുന്നിൽ ശയനപ്രദക്ഷിണം. അത് കഴിയുമ്പോൾ കാൽപാദങ്ങൾ അടുപ്പിച്ചു വച്ച് ഭഗവാന് പ്രദക്ഷിണം. അങ്ങനെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും ശിവാഷ്ടോത്തര മന്ത്രം ജപിച്ച് 108 തവണ ഉരുണ്ടും കാൽപാദങ്ങൾ അടുപ്പിച്ചും പ്രദക്ഷിണം ചെയ്താൽ സകല ഗ്രഹപ്പിഴ ദോഷങ്ങളും മാറും എന്നാ വിശ്വാസം. ഈ നേർച്ച ആരും പൂർത്തിയാക്കിയിട്ടില്ല ഇതുവരെ. 108 പോയിട്ട് 50 തവണ പോലും ചെയ്യാനാവില്ല. അതിനു മുമ്പേ നേർച്ച ചെയ്യുന്നവർ തളർന്നു വീഴും. മോളാ നേർച്ച ചെയ്യണ്ട. തൊട്ടില് കെട്ടി ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാ മതി. ഹലോ, ഇങ്ങനൊരാളുണ്ടോ? ഒരറിവില്ലല്ലോ. ഞാൻ അന്നും ഇന്ന് ഇവിടെ തന്നെ ഉണ്ട്. നിന്നെയാ കാണാനില്ലാത്ത. ഒരേ വഴിയിൽ സഞ്ചരിച്ചിരുന്ന നമ്മളിപ്പോ 2 വഴികളിലാ ഉള്ളത്. നീ ഇപ്പൊ വിളിച്ചത് നിന്റെ പരിഭവവും പരാതിയും പറയാനാണെങ്കിൽ ഞാൻ നിന്നെ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. എന്റെ പരിഭവം നീ കാണണ്ട. എന്റെ പരാതി ഞാൻ പറയുന്നുമില്ല, നീ കേൾക്കുകയും വേണ്ട. ഞാനിപ്പോ വിളിച്ചത് എനിക്കൊരു സഹായം വേണമെന്ന് പറയാനാ. ഡോക്ടർ കബീറിനെ കൊണ്ട് ഞാനാണെല്ലാം ചെയ്യിച്ചെന്ന് അർച്ചന അറിഞ്ഞു.
ഉദ്ദേശത്തോടെയാണ് ഞാനിവിടെ തുടരുന്നതെന്നും നിനക്ക് നന്നായിട്ട് അറിയാലോ. നീ അത് മറന്നെങ്കിലും ഞാനിപ്പോഴും അതേ ഉദ്ദേശത്തോടു കൂടിയാ ഇവിടെ ജീവിക്കുന്നത്. ഞാൻ എന്ത് വേണമെന്നോ നീ പറയുന്നേ? കൊല്ലണം, വെട്ടി നുറുക്കിയെടുക്കണം അവളെ. ആ അർച്ചനെ. ധനുഷ് വന്നതോടുകൂടി അവന്തിക കുറച്ചൊന്ന് പുറകോട്ട് വലിഞ്ഞെന്നേ ഉള്ളൂ. പഴയ വീറും വാശി ഇപ്പോഴും ഈ മനസ്സിലുണ്ട്. എന്നെ കൈനീട്ടി അടിച്ച് അവളുടെ വലത് കൈ വെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവെക്കണം നീ. എന്താ, പറ്റുമോ? പറ്റും. മൂർത്തി,